പാലക്കാട്ടെ തോൽവിയിൽ അതിരൂക്ഷ വിമർശനമുയരുമ്പോൾ രാജ്യസന്നദ്ധത അറിയിച്ച് കെ സുരേന്ദ്രൻ. അധ്യക്ഷ സ്ഥാനം ഒഴിയാമെന്ന് ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. സ്ഥാനാർത്ഥി നിർണയത്തിന് നിയതമായ ഒരു രീതി ഞങ്ങൾക്കുണ്ട്. ഇത്തവണയും അത് തന്നെയാണ് എല്ലായിടത്തും സംഭവിച്ചത്. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ എല്ലാ മുതിർന്ന നേതാക്കളും ഇൻക്ലൂഡിംഗ് ജാവ്ദേക്കർജി, അപരാജിത സാരംഗി, അവര് എല്ലാവരും ഉൾപ്പെടുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം കഴിഞ്ഞ് ഈ അഭിപ്രായങ്ങൾ അടങ്ങിയ നോട്ടോടുകൂടിയാണ് ഞാൻ എല്ലാവരുടെയും സർവ്വ സഹമതിയോടുകൂടി അനുവാദത്തോടുകൂടി പാലക്കാട്ടെ പാനൽ അയക്കുന്നത്. നഗരസഭാ ഭരണമല്ല കൃഷ്ണകുമാറാണ് തോൽപ്പിച്ചതെന്ന് പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ. കണ്ണൂർ വളപട്ടണത്ത് വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് കവർന്നത് 1 കോടി രൂപയും 300 പവനും. ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പണവും സ്വർണവും മോഷണം പോയെന്ന് പരാതിപ്പെട്ടത് മന്ന സ്വദേശി അഷ്റഫ്. കുടുംബസഹിതം യാത്ര പോയപ്പോഴാണ് കവർച്ച നടന്നതെന്നും വ്യാപാരി. 3 പേർ മതിൽ ചാടി കടക്കുന്നത് CCTVയിൽ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് ബഹളത്തോടെ തുടക്കം. അദാനി മണിപ്പൂർ വിഷയങ്ങളിൽ ചർച്ച വേണമെന്ന് പ്രതിപക്ഷം. ജനങ്ങൾ തള്ളിയവർ പാർലമെന്റ് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. പെരിന്തൽമണ്ണയിലെ സ്വർണ്ണ കവർച്ച 2 വർഷത്തെ ആസൂത്രണമെന്ന് പോലീസ്. ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് കവർച്ച നടത്തിയത് 13 അംഗ സംഘം. ആസൂത്രകർ താമരശ്ശേരി സ്വദേശികളായ 2 പേർ. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി സ്ഥാനം BJP വിട്ടുകൊടുക്കില്ല. ദേവേന്ദ്ര ഫഡ്നവിസ് മുഖ്യമന്ത്രിയാകാൻ സാധ്യത. പങ്കുവെക്കണമെന്ന ആവശ്യം പിൻവലിക്കാതെ ഷിൻഡെ ശിവസേന. സീപ്ലെയിൻ പരിസ്ഥിതിക്കോ കായലിനോ ദോഷമല്ലെന്ന് ശാസ്ത്രജ്ഞരുടെ പഠന റിപ്പോർട്ട്. നിർണായക കണ്ടെത്തലുകൾ പുറത്തുവിട്ട് ന്യൂസ് 18. സീപ്ലെയിൻ വന്നാലും മത്സ്യസമ്പത്ത് കുറയില്ല. രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ യാഥാർത്ഥ്യം പരിശോധിച്ച് ന്യൂസ് 18 ഇൻ ഡെപ്ത് കവറേജ്. പെർത്തിൽ ഓസ്ട്രേലിയക്കെതിരെ വിജയത്തിന് തൊട്ടടുത്ത് ഇന്ത്യ. 2ാം ഇന്നിംഗ്സിൽ ഓസീസ് തകർച്ചയിൽ 9 വിക്കറ്റുകൾ നഷ്ടമായി.